പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നതിനിടയിൽ ഹോർമൂസിൽ ചരക്കു കപ്പലിന് നേരെ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികനെ കാണാതായി. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. 10 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സൈപ്രസ് പതാകയുള്ള GFX ഗാലക്സി എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ത്യക്കാരായ 11 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. സംഭവത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഒമാനിലെ എംബസി സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ഒമാൻ അധികാരികളുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഒമാന്റെ സഹകരണത്തിന് നന്ദി പറയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. വെടിനിർത്തൽ കരാറിൽ നിന്ന് US പിന്മാറിയതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെ UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. UAE പ്രാദേശിക സമയം പുലർച്ചെ 6 മണിയോടെയായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ ഖത്തറിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഒരു കുഞ്ഞും ഉൾപ്പെടുന്നതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ മുസണ്ടം ഗവർണറേറ്റിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് ഒമാനും സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ കുവൈറ്റിലെ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം, വെടിമരുന്നുശാല, US റഡാർ കേന്ദ്രം എന്നിവ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ തങ്ങളുടെ ആകാശ പരിധിയിലെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും വിജയകരമായി പ്രതിരോധിച്ചതായും എവിടെയും നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കി. US-ന്റെ 3ാം ഘട്ട ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ പ്രിൻസ് ഹാസൻ വ്യോമതാവളത്തിലെ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി IRGC അറിയിച്ചു. കൂടാതെ ജോർദാനിലെ പ്രിൻസ് ഹാസൻ വ്യോമതാവളത്തിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുകയായിരുന്നു. IRIB സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ നടത്തിയ പ്രസ്താവനയിൽ തങ്ങളുടെ എറോസ്പേസ് സേന ബേസിലെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും MQ-9 ഡ്രോൺ സൂക്ഷിച്ചിരുന്ന ഹാങ്കറുകളും നശിപ്പിച്ചതായി IRGC പറഞ്ഞു. US വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനുള്ള തിരിച്ചടിയാണ് പുതിയ ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ അറിയിച്ചു. അമേരിക്കയുടെ ഇടപെടൽ അവസാനിപ്പിക്കുന്നതുവരെ ഹോർമൂസ് അടച്ചിടാനാണ് തീരുമാനം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. അനധികൃതമായി പാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനെതിരായ 3ാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കടലിടുക്കിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെയും സിവിലിയൻ നാവികരെയും ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം തടയുമെന്ന് അമേരിക്ക അറിയിച്ചു. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ ഇറാൻ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്ന് മുജ്തബ ഖമേനി പ്രഖ്യാപിച്ചിരുന്നു. അലി ഖമേനിയുടെ സംസ്കാരം പൂർത്തിയായ ശേഷമുള്ള മുജ്തബ ഖമേനിയുടെ ആദ്യ പ്രതികരണമാണിത്. തന്റെ പിതാവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു മുജ്തബ പ്രതിജ്ഞയെടുത്തത്. രാജ്യ താൽപര്യത്തെ മുൻനിർത്തിയാണ് താൻ ഈ പ്രതിജ്ഞ എടുക്കുന്നതെന്ന് മുജ്തബ വ്യക്തമാക്കി. അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിനെത്തിയ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു മുജ്തബയുടെ പ്രതികരണം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.